സാക്ഷരതാ നിരക്കിൽ കേരളം ഒന്നാമത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് കേരളത്തിന് 94% സാക്ഷരതാ നിരക്ക്. തൊട്ടുപിന്നിൽ ലക്ഷദ്വീപും മിസോറാമും. ലക്ഷദ്വീപിൽ 91.85%, മിസോറാമിൽ 91.33% എന്നതാണ് സാക്ഷരതാ നിരക്കുകൾ. സമഗ്ര ശിക്ഷാ പദ്ധതി സ്കൂളിനെ പ്രീ സ്കൂൾ, പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി മുതൽ സീനിയർ സെക്കൻഡറി തലങ്ങൾ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലെയും കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. വിദ്യാഭ്യാസ മന്ത്രാലയം പങ്കിട്ട കണക്കുകൾ പ്രകാരം ഏറ്റവും കുറഞ്ഞ സാക്ഷരത ബീഹാറാണ്, 61.8%. രാജ്യത്തെ മുതിർന്നവരിൽ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുന്നതിനായി തുടങ്ങിയ പദ്ധതിയാണ് സാക്ഷർ ഭാരത്. തീവ്രവാദ ബാധിത ജില്ലകൾ ഉൾപ്പെടെ 2001 സെൻസസ് പ്രകാരം 50%, അതിൽ താഴെയും പ്രായപൂർത്തിയായ സ്ത്രീ സാക്ഷരതയുള്ള 26 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 404 ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തോടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്ക് 80% ഉയർത്തുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഈ പദ്ധതി 2018 മാർച്ച് 31 വരെ നീട്ടിയിരുന്നു. സാക്ഷർ ഭാരത് പദ്ധതി നടപ്പിലാക്കിയപ്പോൾ നോൺ ലിറ്ററേറ്റ്സ് ആയിരുന്ന 7 കോടി ആളുകളെ ലിറ്ററേറ്റ്സ് ആക്കി മാറ്റി. 2010 ഓഗസ്റ്റ് മുതൽ 2018 മാർച്ച് വരെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് ഇവർക്കായുള്ള ടെസ്റ്റുകൾ നടത്തിയത്. കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യമാണ് ഈ ഒരു നേട്ടത്തിലൂടെ വീണ്ടും വ്യക്തമായിരിക്കുന്നത്. ഈ ഒരു നേട്ടത്തിലൂടെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. Thank you.